ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നമഃ ശിവായ 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 നമഃ ശിവായ. നമഃ പാർവതീപതയേ. കർണാന്തോളകേളി സമയസമുദയത്വായുവേഗാനുകൂലം തോലന്തൗ പുഷ്പവന്തൗ ഘടന വിഘടനാപാടവം നാടയന്തൗ സന്ധ്യായാമന്ധകാരേ നദിനടന വിധിസ്വർണ്ണകാംസ്യാഗ്രതാളക്രീഡാമപ്യാനേതേ സഭവതു ഭഗവൻ സുസ്ഥിതോ ഹസ്തിവക്ത്ര. ശ്രീമഹാഗണപതയേ നമഃ. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർദേവൈः സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാവഹ. ഗംഗാശങ്കപരിശോഭിതടാകലാപ ശൃംഗാരൂപദഹനം ഭുജഗേന്ദ്രഭൂഷം സംഗീതനാട്യരസികൈരുപഗീയമാനം മംഗല്യചാരുചരിതം ഗിരിശം നമാമി. ഗോപി തൊട്ട തിരുനെറ്റി രാധയാം ഗോപി തൊട്ടകരഭോരു സങ്കടം ഗോപി തൊട്ടമനം ഏവമെത്രയോ ഗോപി തൊട്ട ശിശുഗോപനാശ്രയം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദരീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗണപതേ നമഃ. സരസ്വതീ നമഃ. ഗുരുഭ്യോ നമഃ. ഓം വ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഹര ഹരോ ഹര ഹര. സ്വാമി ശരണമയ്യപ്പ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീ ജീവന സ്മരണം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ഗോപികാ ജീവന സ്മരണം. ശ്രീ ജഗദംബികായേ നമഃ. കൊടുങ്ങല്ലൂരമേ ശരണം. ചോറ്റാനിക്കരമേ ശരണം. മൂകാംബികാദേവി ശരണം. പണ്ടെന്റെ കാരണവരത്തൊരുമിച്ചു സൗഖ്യം പൂണ്ടെന്റെ മന്ദിരം അതിൽ കുടികൊണ്ട സാക്ഷാൽ വണ്ടാരണിക്കുഴൽ യക്ഷിമതീയമാതിന്നുണ്ടാവണേ കൃപ അതിനിക കൈതൊഴുന്നേ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുദേ പ്രസീദ. മൽഗുരോനാഥ ജനകായ നമോ നമഃ. നിൽക്കട്ടെ വിറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറിഞ്ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട. മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലത്ര യോഗ്യൻ മകൻ. അതു നിലത്തുള്ളൊരമ്മയെ തൊഴുന്നേ. ബ്രഹ്മാണം ശൂലപാണിം ഹരിമമലപതിം ഭാസ്കരം സ്കന്ദബിന്ദും വിഘ്നം വന്ധ്യം ധനേശം വരുണമലിലപതിം ധർമ്മമല്യാൻ ഫണീന്ദ്ര ദേവാൻ ദേവീ സമേതാൻ ഗ്രഹമുനി പിതൃഗോപക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്താൻ സകല പരിവൃതാൻ. സർവഭൂതീ നമാമി. സർവഭൂതീ നമാമി. സർവഭൂതീ നമാമി. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പ. സുദാമചരിതം എന്നാണ് നമുക്ക് കേൾക്കേണ്ട സബ്ജക്റ്റിന് പേരിട്ടേക്കുന്നതായിട്ട് ഇവിടെ കണ്ടത്. സുദാമാവ് എന്നുള്ള പദം ഭാഗവതത്തില് ഒരു മാലാകാരന്റെ പേരാണ് അല്ലെ.
ഇതിൽ 80, 81 എന്നുള്ള 2 അധ്യായങ്ങളായിട്ടാണ്. ആ 2 അധ്യായങ്ങൾക്ക് പേര് കൊടുത്തേക്കുന്നത് ഒന്ന് പൃഥുഗോപാഖ്യാനം എന്നാണ്, മറ്റൊന്ന് പേര് കൊടുത്തേക്കുന്നത് ശ്രീരാമചരിതം എന്നാണ്. അവിടെ 2 സ്ഥലത്ത്, അപ്പോൾ നമ്മൾ ഉപയോഗിച്ച പദം ദാമം അവിടെ 2 സ്ഥലത്തുണ്ട്. ഈ ദാമം എന്നുള്ള വാക്കിന്റെ അർത്ഥം കയറ് എന്നാണ്. സുദാമം വെച്ചാൽ നല്ല കയറ്. അപ്പൊ ഭഗവാനെ ഒരു നല്ല കയറ് കൊണ്ട് കെട്ടിയ ആളുടെ കഥ. അതുകൊണ്ടായിരിക്കും ആ മാലാകാരന് അങ്ങനെ പേര് കൊടുക്കാൻ കാരണം. കാരണം മാല കൊടുക്കണ വെച്ചാൽ ചരടില്ലാണ്ട് പറ്റില്ലല്ലോ. ആ ചരട് ഏതാണ്? ഭക്തി സൂത്രോ. ഭക്തിയാകുന്നതായ സൂത്രം, മഠസൂത്രമല്ല, അത് പല സൂത്രങ്ങളുണ്ട്. പക്ഷെ ഭക്തി സൂത്രത്തെ കൊണ്ട് ഗുരുവായൂരപ്പനെ തനിക്ക് വശംവദനാക്കിയ അല്ലെങ്കിൽ ഭഗവത് പരനായ ഒരു മഹാത്മാവിന്റെ കഥ. അതെങ്ങനെ നമുക്കൊരു കൃഷ്ണനില്ല, എല്ലാവരും ഒരു ക്ഷീണിതരായിട്ടിരിക്കണ പോലെ ആദ്യം പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് ഇവിടെ വെച്ചു. പിന്നെ വേണ്ട, ഇവിടെ കൊണ്ട് അതൊക്കെ ചേച്ചി പറഞ്ഞു എല്ലാവരും കൂടണണ്ട. ശരിക്കും ഇതൊക്കെ ഒരു റിഫ്രഷ്മെന്റ് പോലെയാണ്. ഈ കീർത്തനങ്ങൾ നമുക്ക് ചിത്രങ്ങൾ തരുന്നത് അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. ഏത് ഈ പുസ്തകത്തിൽ റിഫ്രഷ്മെന്റ് ആവുന്നത് നമ്മൾ ഈ മാത്സ് ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച് തിരുവനന്തപുരത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അന്നത്തെ ക്ലാസ് അനാലിറ്റിക്കൽ. എന്നെ കണ്ടപ്പോ മാഷ് ഇങ്ങനെ നോക്കി, ഞാൻ നീക്കും പോരുതേന്നാണ്. ഞാൻ മാഷിന്റെ എഴുതി നോക്കി, മാഷ്ക്ക് പോരുത്, വരാണ്ടിരിക്കരുത്. മാഷ്ക്കാണെങ്കിൽ വരാണ്ടിരിക്കാം, ഞങ്ങൾ അതിൽ വന്നോന്നല്ലേ. മാഷ് കുട്ടിക്ക് ക്ലാസ് തുടങ്ങി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ മാഷ് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാണ്ടോ. ഞാൻ പിന്നെ പോയില്ലേ. മാഷ് വന്നിട്ടുണ്ടാവില്ല. അതാണ് എന്നൊരു റിഫ്രഷ്മെന്റ്. ഈ ചായ കുടി ആണെന്ന് തെറ്റിയ നമുക്ക് ഈ റിഫ്രഷ്മെന്റ് ഇല്ലെങ്കിൽ ചിന്തകളെ ഘടിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ആ ക്ലാസ് പോകുന്ന എനിക്ക് ഏറ്റവും ബോറായിട്ടുള്ള സബ്ജക്റ്റാണ് ഇലക്ട്രോണിക്. നമുക്ക് ഭഗവത് ചിത്രം കീർത്തനത്തിലൂടെ ഒരു മഹാത്മാവ് പാടിയതായ ഒരു പാട്ട്. നാരായണ 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 രാധാ ഗോവിന്ദ ഗുരുവായൂരപ്പ നിന്നെ ശരണാബ്ജം വണങ്ങുവാൻ വരുന്നു ഞാൻ ആരീവി അവലുമായി. നാരായണ നാരായണ നാലു പുരുഷാർത്ഥം പോലെ 4 പീടി അവൽ കീറ ചേലയും ഭദ്രമായി പൊതിഞ്ഞു കെട്ടി. നാമതീർത്ഥം തളിച്ചിട്ടു ശുദ്ധമായി ഗുരുവാദ അതാ നിന്റെ തൃക്കൈ തന്നെ അർപ്പിച്ചിടുന്നേ. നാരായണ നാരായണ
കല്ലും നെല്ലും നിറഞ്ഞതാ നീയാവലെങ്കിലും മറ്റൊന്നില്ല ഞങ്ങൾക്കെന്നറിഞ്ഞു കൈക്കൊണ്ടാലും നീ നാരായണ പത്രം പുഷ്പം ഫലം തോയം എന്താകിലും ഭക്തി ശുദ്ധം ഭക്തീലോ കനതു തൃപ്തിയോ നാരായണ ഉത്തമ പുരുഷതവ ദർശന ഭാഗ്യമേ ഭാഗ്യ പരമാത്രമകാരി കരുതുന്നു ഞാൻ നാരായണ ഗോവിന്ദ നിർമ്മല സൗഹൃദ സഖ്യ മൈത്രീദാസ്യ മമ ജന്മം പോൽ നിന്നോടെ കേറി വന്നീരാ നാരായണ രാധാ ഗോവിന്ദ കണ്ണനുണ്ണി കരളിൽ കനിയേണം എന്നും മാമ കർമ്മവും മനസ്സും വാക്കും ശുദ്ധമാക്കേണം നാരായണ നാരായണ കാമഭോഗാസക്തി മൂലം സമ്പന്നമെന്നാലും ഭവൻ പ്രേമാമൃത ദരിദ്രമാണെന്റെ മനസ്സും നാരായണ നാരായണ ഗോവിന്ദ ആനായക്കുന്നിന്റെ കാലെ കണ്ണു നീരി കൂതിർന്നോരെ മാനസ കുസുമം മാത്രം വച്ചു കൂപ്പുന്നേ നാരായണ ജനാർദ്ദന മാധവ മുകുന്ദാകരി രാധികേശ കൃപാനിധേ ഭാഗി ഗോവിന്ദ നാരായണ ഗുരുവായൂരപ്പ നിന്റെ ചരണാക്ഷം വണങ്ങുവാൻ വരുന്നു ഞാൻ അരികിൽ അവരുമായി നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നമ്മളും ഒരു അവിൽക്കിലേക്ക് വയ്ക്കാറുണ്ട് അല്ലേ? സുധാമന്റെ കേൾക്കാൻ പോകുമ്പോഴൊക്കെ അല്ലേ? എന്നിട്ട് എന്താ കാട്ടുക? ചില ആളുകൾ പറഞ്ഞു തുറന്ന് തിന്നാണ്, ചിലർ പറഞ്ഞു അത് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ ഒരു ഐശ്വര്യം പോലെ അവിടെ വീട്ടിലെടുത്ത് വെച്ചോളൂ എന്ന് പറയും. പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാനൊക്കെ പറയും. ചിലർ
പറയുന്ന അതും പറ്റില്ലെങ്കിൽ അരിപ്പട്ടിയിൽ ഇട്ട് വെച്ചോളൂ, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ആരൊക്കെയോ മൊബൈൽ നിർമ്മിക്കുന്ന ഗോവിന്ദ എന്നുള്ള മട്ടിൽ ഒരു അഭിഷേകമൊക്കെ ഉണ്ടാക്കും, പേവർക്ക് വയ്ക്കും, മാന്തി പറിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയും ഈ കേൾക്കാൻ പോകുന്ന കഥയും തമ്മിൽ ഒരു അന്തരം നിലനിൽക്കണം. ഇവിടെ ഭാഗവതത്തിൽ പെട്ടെന്ന് ഒരു ഡീറെയിലിംഗ് അല്ല, അത് റൂട്ട് മാറലാണ് സംഭവിക്കുന്നത്. ഈ സുധാമ അല്ലെങ്കിൽ ഈ പൃഥുഗോപാഖ്യാനം, പൃഥുഗം വെച്ചാൽ അവൽ, ഈ അവലിന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ചോദ്യം ചോദിക്കാം, എന്നിട്ട് അതിനനുസൃതമായിട്ട് ഒരു കഥ പറയും. ഇവിടെ രാജാവിന്റെ പ്രത്യേകമുള്ളതായ ചോദ്യം, സാ വാക്യ തസ്യ ഗുണാൻ ഗൃണീതേ. സാ വാക്ക് എന്നാണ് പറയുന്നത്. ഏത്? അതാണ് വാക്ക്, അല്ലെങ്കിൽ അവളാണ് വാക്ക്. ഇവള് തസ്യ ഗുണാൻ ഗൃണീതേ, ധരിച്ചു വശാക്കൂ. ഗുരുവായൂരപ്പനെ കുറിച്ച് പറയണതാണ് അത്രേ വാക്ക്, സജ്ജനങ്ങളെ കുറിച്ച് പറയണതാണ് വാക്ക്, മറ്റതല്ല അക്ഷരക്കൂട്ടങ്ങൾ മാത്രം അത്രേ. ധാരാളം വാക്ക് പ്രയോഗിക്കാറുള്ളതാണ്. ഇവിടെ അവസാനം ചെറിയ ശ്ലോകമുള്ളൂ, കായേന വാചാ മനസാ ഇന്ദ്രിയേർവാ. അവനവന്റേതായ കർമ്മങ്ങളെയെല്ലാം ഭഗവത്പരമാക്കി മാറ്റാൻ സാധിക്കാം. അതിനുശേഷം ഈ കഥ പറയുന്നത് നല്ലത്. കാരണം ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മഹാത്മാവിനെ കുറിച്ചാണ് പറയാൻ തുടങ്ങുന്നത്. നമ്മുടെ നോട്ടീസിലൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലേ, ഭക്ത ജനങ്ങളെ. എത്ര ആൾക്ക് ഭക്തിയുണ്ട്? ഒരു ഭക്തന്മാരൊന്ന് കൈ വെക്കും. ഒരു അപ്പൊ പിന്നെ ആരോടാ ഈ നോട്ടീസിൽ പറഞ്ഞ ഈ ഭക്ത ജനങ്ങളെ? ഒരു ഭക്തനെ കാണാനില്ലോ. നിങ്ങൾക്ക് ഭക്തിയുണ്ടോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ ഭക്തി എന്താണെന്ന് അന്വേഷിക്കുക. സർവഭൂത സുഖശാന്ത സഭി ഭാഗവതോത്തമ. ഒരു ഭക്തനാവണിച്ചാല് തന്റേതെന്നോ വേറൊരാളുടേതെന്നോ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ആളാവണം. നമുക്ക് വേറെ ആളുടേതില്ല. തൂമ്പയുടെ സ്വഭാവമാണ്. കമോൺ, ഒരിക്കലും ഗോയവയെന്നില്ല, അല്ലേ? അതിലെ പ്ലാവിന്റെ ചൂട് മാന്തി ഒക്കെ എല്ലാത്തമേ സീലൂത്തും പരമേശ്വരൻ നമ്മൾ ഒരുപാട് വാഹ. അമ്പലത്തില് വിളക്ക് വയ്ക്കുമ്പോ വിളക്കിനേക്കാൾ വലിയ അക്ഷരത്തിന് പേരുണ്ട്. എന്ത് നോക്കൂ. അപ്പൊ ഭക്തിയുടെ അർത്ഥതലങ്ങൾ പരീക്ഷത്തിന് ആദ്യം മുതലേ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇത് കേട്ടുവരികയാണ്. അദ്ദേഹത്തിനെ ആദ്യം ഗ്രസിച്ചിരുന്നത് മരണഭയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭയങ്ങളിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത് എന്റെ ഭാഷയിൽ മരണഭയം. നിങ്ങൾക്ക് മരിക്കാൻ ഭയം? വെറുതെ ഒരു പാമ്പെന്ന് പറഞ്ഞാൽ ഓടണ ഓട്ടനാണ്. മരിക്കുമ്പോട്ടില്ല, ഒത്തുവന്നുള്ളത്. നമുക്ക് മരണഭയം. ശരിക്കും മരിക്കാനാണ് അവർ പറഞ്ഞ് ഞാൻ അവരുടെ കൂട്ടത്തിൽ നിൽക്കാം. പക്ഷെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്താ വെച്ചാലേ, മരിക്കാനല്ല നമ്മുടെ ഭയം. പിന്നെന്താ ഭയം? നമ്മൾ സാധാരണ എന്താ പറയാ, മരിച്ചു പോവുകയാണ്, അല്ലേ? എങ്ങനെ പോണേ? എങ്ങനെയാ പോണേ? ആരൊക്കെ ഉണ്ടാവും കൂടെ? നിങ്ങൾക്കറിയാം? അറിയില്ല. അതാണ് നോക്കൂ, അറിയില്ല. അതാണ് പ്രശ്നം. ഏത്? ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണക്കാരൻ അറിയില്ല എന്നതായ ആ പദമാണ്, അല്ലേ?
എങ്ങനെയാ പോണേന്ന് അറിഞ്ഞാന്ന് വെച്ചാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെ കൊണ്ടോടാൻ പോകുമ്പോ പോയിട്ടതിന് മുമ്പ് ഇല്ല, അറിയില്ല എന്താ കൊണ്ടോടേസില്ല, എങ്ങടാ പോണേന്ന് അറിയില്ല, ആരുടെ കൂടെയാ പോണേന്ന് അറിയില്ല, എങ്ങനെയാ പോണേ അറിയില്ല. ഈ അറിവില്ലായ്മയാണ് പ്രശ്നം. അത് അറിഞ്ഞതെന്ന് വെച്ചാലോ ഈ ഭയം ഉണ്ടാവില്ലേ, അല്ലേ? പരീക്ഷിത്ത് ഈ അറിവിലേക്കുള്ള സഞ്ചാരമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും നേരം ആകെ ഭയപ്പെട്ടിരുന്നത് തന്നെ പാമ്പ് പിടിക്കും, 7-ാം ദിവസം അതുവരെ ശേഷ ജീവിതം ഈശ്വരോന്മുഖമായി ഞാൻ മാറ്റാൻ പോവുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നുണ്ട്, സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി. ആളെ കേൾക്കുന്നുണ്ട്. അനുചാരീഹി മാം ബ്രഹ്മൻ വാചം യച്ഛാമ്യധോക്ഷജേ. വിടതരൂ മഹാഗുരു, ഞാൻ അറിയുന്നു. നോക്കൂ, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ളതായ ഒരു സഞ്ചാര പഥമായിരുന്നു ഭാഗവത ഉപാസന. അതില് അദ്ദേഹം പലപ്പോഴും ഉള്ളു നമുക്ക് കാണുമ്പോ അറിയാറുണ്ടോ? സീരിയലാണ്, അതാണ് കുറച്ചുകൊണ്ട് സീരിയൽ കാണാറുണ്ടോ? കാണാട്ടോ. കണ്ട് അവസാനം പറയിക്കാം, ഇതൊക്കെ എവരെയും എന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തണം. അതല്ലെങ്കിൽ ഈ നിരോധം നമുക്ക് ഒരു ഭ്രമമായിട്ട് നിലനിൽക്കും. നമ്മുടെ ഒരു പാത്രം തന്നു, ഞാനിമേ ഇത് കയ്യിൽ വെച്ചോട്ടോ, തുറക്കണ്ടേ, എന്ത് ചെയ്യും? അവള് പോവാൻ നിൽക്കും. എന്തിന്? ഈ ഭ്രമമാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടത്. അപ്പൊ ഈ ഓവർകമ്മിങ് ആണ് എന്ത് പരീക്ഷിച്ച് ആദ്യം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സജ്ജനമായിട്ട് സാക്ഷാൽ ശ്രീ ശുകാചാര്യനെ തന്നെ ആചാര്യനായിട്ട് കിട്ടി. നോക്കൂ, ഇവിടെ ആ ഗുരുത്വത്തിന്റെ കഥയുമാണ്, അല്ലെ? ഗുരു ഒരു അനുഗ്രഹീവ ഉമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയാലേ ഒരാൾക്ക് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സമയം കൂടി നോക്കണ്ടേ? എന്താ കാരണം ഈ കഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ഈ കഥയിൽ നിന്ന് കുറച്ചുകൂടെ ഗ്ലിംസസ് മാത്രം ഞാൻ പുറത്തേക്ക് എടുക്കുക. ആ ഗ്ലിംസസിലൂടെ നമ്മൾ കണ്ടെത്തണം ഈ കഥയിൽ എല്ലാം ഒരാൾ പറഞ്ഞു തന്നത് അതിനേക്കാൾ അവനാണ് ഇല്ലാത്ത ചെന്നത് ഈ കഥയിൽ നിന്ന് എനിക്ക് എന്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് ശബരിമലയ്ക്കൊക്കെ പോയിട്ടുണ്ടാവില്ലേ? എനിക്ക് പോയിട്ടുണ്ടോ? പോവാറായ ആളുകളൊക്കെ പരമാവധി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ? കൊട്ടയിലാണോ പോയേ അതോ നടന്നാണോ കയറി? മല നടന്നാണ് കയറി. പകുതി എത്തിയപ്പോ തോന്നിയിട്ടുണ്ടാവില്ലേ പോരുണ്ടായിരുന്നു? എനിക്ക് തോന്നിയത് സത്യമായിട്ട് ഇല്ലത്തെ ഈ സമയത്ത് എത്ര ഡെലിയാണെന്നറിയാം. കാലൊക്കെ കടച്ചേ. പക്ഷെ ഇപ്പൊ ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്തുണ്ടായി? നമുക്ക് എനിക്ക് ആക്സിഡന്റിൽ കിട്ടിയത് എനിക്ക് ഹൈദരാബാദിൽ തൊട്ടാണ്. അവിടെ കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു അത് പിറ്റേ ദിവസത്തേക്ക് അന്നത്തെ ദിവസത്തേക്ക് ടിക്കറ്റ് തരില്ല. ശ്രീശൈലം പോകാൻ്റെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ടിക്കറ്റ് തരില്ലോ, റിട്ടേൺ ടിക്കറ്റ്. ഞാൻ കൂടെ അതിനോ സമയല്ലേ അത്രേ ഉള്ളൂ. അവര് ഡെലിബറേറ്റ്ലി എനിക്ക് തന്നത് 2 ദിവസം കഴിഞ്ഞുള്ള ടിക്കറ്റാണ്. ഞാൻ കുറെ അവരെ മനസ്സുകൊണ്ട് പക്ഷെ ഇന്നിരുന്ന് ആലോചിക്കുമ്പോ എനിക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം എത്തിച്ചേരാൻ പറ്റിയതാണ് ഈ ഗവർണർ ശ്രീശൈല കുട്ടികളുണ്ടാവുമല്ലോ, അല്ലേ? അതാണ് എന്തോ ഭാഗ്യമുണ്ട്. ബ്രാഹ്മണി എന്നതായ ഭാഷയിലാണ് അവിടെ ദേവി നമുക്ക് ദർശനം നൽകുന്നത്.
മല്ലികാർജുനൻ എന്നതായ ഭാഷയിലാണ് സാക്ഷാൽ മഹാദേവൻ നമുക്ക് ദർശനം നൽകുന്നത്. അതൊരു ഗുരുത്വം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ഈ ഗുരുത്വം ഗുരു അനുഗ്രഹിക്കുന്ന ഒരു ഭാഷ തന്നെയാണ് അല്ലേ. എന്നോട് നിങ്ങളുടെ മാഷ് പഠിത്ത് കണ്ടു, മാഷെ കണ്ടപ്പോ മാഷ് പറയണം, എടോ തൻ്റെ കാലത്തൊന്നല്ല, ഇപ്പോഴാണ് കുട്ടികൾക്ക് ഞങ്ങളെ കണ്ട ബഹുമാനം കൂടുതൽ. കുളിക്കും മാഷെ, എന്ത് ഇപ്പൊ കുട്ടികൾക്ക് മാഷുമാരോട് അത്ര ബഹുമാനം നല്ലോണം. ഞങ്ങളെ അകലയിൽ നിന്ന് കണ്ടാൽ തന്നെ അവർ മുന്നിന്റെ രണ്ടാമത്തെ അടിക്കുന്നു. അടുത്തു വന്ന കീറ്റി കുത്തു. കീറ്റി കുത്തുന്ന മാത്രമല്ല, ഇന്നൊരു ശബ്ദം തന്നെ നോക്കൂ, ഇത് ഗുരുത്വത്തിന്റെ ലക്ഷണമല്ല. ഇവിടെ ഗുരുത്വത്തിന്റെ ലക്ഷണം പറയുന്നു, ഛന്ദാംസി അയാതയാമാനി ഭവന്തു ഇഹ പരത്ര ച. ഇതാണ് ഗുരുത്വം. ഈ കണക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. ആദ്യം നമുക്ക് ചെറുതില്ല കണക്ക് കണക്ക് ഇങ്ങനെ പറയേണ്ടി. കണക്കിലെ മഹാ കഷ്ടം പഠിക്കാൻ. ഈ തീറ്റ തീറ്റ തീറ്റാന്ന് ഇങ്ങനെ ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ തുടങ്ങിയ നമുക്കൊരു തീറ്റയുള്ളൂ. ടീച്ചർക്ക് തീറ്റ തീറ്റ പറഞ്ഞിട്ട് നിർത്താറായിട്ടില്ല. ജീവിതത്തിൽ എന്തെങ്കിലും വിചാരിച്ചോ ഈ തീറ്റ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും. ആ തീറ്റ നമ്മുടെ ഇല്ലല്ലോ. അത് പിന്നെ നമ്മൾ ഹയർ സ്റ്റഡീസിൽ പോകുമ്പോഴാണ് ഇതിനൊക്കെ അപ്ലിക്കേഷൻ ലെവലുണ്ട് മനസ്സിലായത് അല്ലേ. നമുക്ക് ഈ അപ്ലിക്കേഷൻ ലെവലിൽ നമുക്കുണ്ടാവട്ടെ, അത് അനുഭവിക്കാറാവട്ടെ. 1+1=2 എന്ന് പഠിച്ചതായി കുട്ടി 1 റുപ്യയും 1 റുപ്യയും കൂടി കൂട്ടിയാലും 2 ആണെന്ന് മനസ്സിലാക്കുന്നത് പോലെ ഒരു നൽകുന്നതായ ആ അനുഗ്രഹത്തിന്റെ ഉദാത്തത ഛന്ദാംസി അയാതയാമാനി ഭവന്തു ഇഹ പരത്ര ച. പഠിച്ചതൊക്കെ വേണ്ടപ്പോ തോന്നട്ടെ. ഇതല്ലേ ഗുരുത്വം. ഈ ഗുരുത്വം സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ സ്വയം അനുഭവിക്കാൻ ഇടയായ രംഗം പോരാ. ഒറ്റയ്ക്ക് അല്ലെ എന്തെങ്കിലും ഒരു സാധനം ഒറ്റയ്ക്ക് കഴിക്കല്ല സുഖം അല്ലേ. ഇന്നത്തെ കുട്ടികളൊക്കെ അധികവും അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നതിലേക്ക് പെട്ടെന്ന് ഓടി പോണാണ് അടുക്കളയിൽ. ഏത് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഏക്കണോറില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നേക്കാൾ പണ്ടൊക്കെ കൊച്ചു കാരണവന്മാർക്ക് അത് അറിയുന്നുണ്ടാവും. കുട്ടികൾക്ക് അത്ര തോന്നുന്നുണ്ടാവില്ല. എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു രസം സുഖമായിരുന്നു അല്ലേ. അന്ന് പല പോരായ്മകളും ഉണ്ടായിരുന്നു. ഇവിടെ ആ യോജിപ്പിന്റെ ഉദാത്തതയുടെ വായ്പ നോക്കൂ. ആ ഒരു യോജിപ്പിനെ ഇവിടെ ഒരു 4 പിടി അവിലിന്റെ കഥയാക്കുന്നു. അതിന് ആ യോജിപ്പ് എന്തൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങളല്ലേ? അതെ, അതിനൊരു കിഴിക്കിട്ടാക്കുകയാണ്. അത് ഭഗവത് സമക്ഷം സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചു ഇല്ല. നമുക്കൊക്കെ ഈ കഥ നന്നായിട്ട് അറിയാം ഇല്ലേ? നന്നായിട്ട് അറിയാലോ. വിസ്തരിച്ച് ഞാൻ ഈ കഥ എന്ന് പറയുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതിൽ നിന്ന് നമുക്കൊരു ചോദ്യം പുറത്തേക്കാം. ഈ ബ്രാഹ്മണനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? മഹാമുഷ്കനാണെന്നാണോ ഭക്തനാണെന്നാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. അദ്ദേഹം മഹാമോശമായിരുന്നു അല്ലേ? അല്ലേ? അതെന്തെങ്കിലും പറയും അല്ലേ? ഉറപ്പാണല്ലോ, അതിന് മാറ്റി പറയില്ലല്ലോ. കഥാപ്രേമങ്ങൾ നോക്കി നോക്കുക. ഈ ഗുരുവായൂരപ്പൻ ഇദ്ദേഹത്തിനോട് ചോദിക്കണം എന്താ?
കിം ഉപായനം ആനീതം 81ാമത്തെ അധ്യായത്തിൽ ശ്ലോകമാണ് കേട്ടോ. കിം ഉപായനം ആനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാത് അണുവപി ഉപാഗതം ഭക്തൈഹി പ്രേമണ ഭൂര്യേവ മേ ഭവേ പത്രം ഭൂര്യപി അഭക്തോപഹൃതം ന മേ ദോഷായ കൽപ്പതേ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. ശ്ലോകം കൂട്ടി വെച്ചോളൂ. എന്താണ് ചോദിക്കുന്നത്? കിം ഉപായനം ആനീതം, എന്ത് പ്രസന്റേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ, മേ എനിക്ക്, ഭവതാ ഗൃഹ അവിടുത്തെ ഇല്ലത്ത് നിന്ന്, നിങ്ങളുടെ ഇല്ലത്ത് നിന്ന് നിങ്ങൾ എനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അതിൽ പറഞ്ഞോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു? അണുവപി ഉപാകൃതം ഭക്തൈഹി പ്രേമണ ഭൂര്യേവമേ ഭവേ. എത്ര ചെറുതാണെങ്കിലും ഭക്തൻ കൊണ്ടുവന്ന് തന്നാൽ എനിക്ക് എല്ലാം കിട്ടിയ പോലെ. അപ്പൊ അല്ല, നമ്മുടെ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? എന്ത് പറഞ്ഞു ഗുരുവായൂരപ്പനോട്? ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ? പറഞ്ഞോ? ഇല്ല. നോക്കൂ, ഇങ്ങനെ തന്നെ പോണം. നമുക്കിതാണ് ക്ലാരിഫിക്കേഷൻ. അപ്പൊ ഗുരുവായൂരപ്പൻ ഒന്നും കൂടി പറഞ്ഞു, ഭൂര്യപി അഭക്തോപകൃതം ന മേ ദോഷായ കൽപ്പതേ. അഭക്തൻ എനിക്ക് എന്ത് തന്നാലും എനിക്ക് വേണ്ട, ആനെ കൊണ്ടുവന്നാലും വേണ്ട. അപ്പൊ ബ്രാഹ്മണനെ സംശയം കൊടുക്കണമെന്ന് അല്ലേ? ഇല്ല, സംശയിച്ചിട്ടില്ല. ഇയാൾ കൊടുത്തോ? ഇല്ല. അപ്പൊ ഗുരുവായൂരപ്പൻ ഒന്നും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം. പത്രം ഇല, പുഷ്പം പൂവ്, ഫലം തോയം വെള്ളം. യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപകൃതം അശ്നാമി പ്രയതാത്മന. നിങ്ങൾ എത്ര സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സാധനമായാലും എനിക്ക് തരൂ, ഭക്തൻ തരുന്നത് എന്തും ഞാൻ എടുക്കും. അപ്പൊ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? വേഗം അവിഷ്കരി കൊടുത്തു അല്ലേ? കൊടുത്തില്ല, കൊടുത്തില്ലേ? നോക്കൂ, ആര് ചോദിച്ചിട്ട് കൊടുത്തില്ല? ഗുരുവായൂരപ്പൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. നമ്മൾ നടക്കാൻ നിന്ന് തുടരുകയാണ്. ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. ഈ ഗുരുവായൂരപ്പൻ മുരി എനിക്ക് തരും അല്ലെങ്കിൽ അപ്പൊ നമ്മളിപ്പോ വാച്ചിന് തരും. ഗുരുവായൂരപ്പൻ ചോദിച്ചേക്കെ നമ്മൾ വാച്ച് കിട്ടിയ എന്തൊക്കെയാ? ആ വാച്ച് കിട്ടില്ലോ മുരി എന്താവരോട് നമ്മൾ പറയോ? അത് കൊടുക്കോ? യോ മേ നിങ്ങൾ ഭക്തി പൂർവ്വം തന്നാൽ ഞാൻ ആ വാച്ച് എടുക്കാം. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് നമ്മൾ കൊടുക്കോ? ഇനി അതൊന്നും കേട്ടണ്ട. ഇപ്പൊ നമ്മളോടാണ് ഈ അടിക്കടി കൊണ്ട് ചെന്നൈ ഈ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകാണ്ട്. ഈ ബ്രാഹ്മണന്റെ സ്ഥാനത്ത് നമ്മളാണ് കേട്ട അടിക്കടി കൊണ്ട് നമ്മൾ പോയേക്കാണേ. അവിടെ ഗുരുവായൂരപ്പൻ ചോദിക്കുക നമ്മളോട് എന്താണ് കൊണ്ടുവന്നേക്കണേന്നൊക്കെ. ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കണേ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിക്കടി കൊടുക്കില്ലയോ? അപ്പോഴേ കൊടുക്കും. ഇയാൾ കൊടുത്തോ? അതാ ഞാൻ ചോദിക്കാൻ. എന്ത് ഇയാള് മുഷ്കനാണോ ഭക്തനാണോ? ഇയാൾ മുഷ്കനല്ലേ? ഗുരുവായൂരപ്പൻ ചോദിച്ചിട്ടും കൂടി കൊടുക്കാത്ത ഒരാളെ എങ്ങനെയും നമ്മൾ ഭക്തൻ ചോദിക്കുക? അതിന് ഉത്തരം പറഞ്ഞു. നോക്കൂ, ഈ കഥ കേൾക്കുന്നത് വേറൊരു ആംഗിൾ കിട്ടിയില്ല. ഇതാണ് കഥകൾക്ക് നമുക്ക് ഇഷ്ടംപോലെ ഡിഫറെന്റ് അല്ലെ, ലോട്ട്സ് ഓഫ് ആംഗിളുകളുണ്ട് കഥകൾക്ക്. ഇപ്പൊ ഞാൻ വിചാരിച്ച മുടി പിന്നെ കേട്ടോന്ന് വിചാരിച്ച നടക്കും. നിങ്ങൾ വിചാരിച്ച സുഖമായിട്ട് കേട്ടാ
അല്ലേ? ഇതേപോലെ അറിവുള്ള ആളുകൾ പോയതായ വഴികളിലൂടെ നമ്മളങ്ങനെ പോകുമ്പോൾ കുറെ ആംഗിളുകൾ നമുക്ക് അങ്ങനെ കിട്ടും. ആംഗിളുകളിലൂടെ അല്ലെങ്കിൽ ആ വഴികളിലൂടെ നമ്മൾ ആ കഥകളെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലെന്തൊക്കെയോ മധുരം നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞേക്കും. അതിനൊക്കെ നമ്മളിങ്ങനെ കൊട്ടും. ഹൃദയിരിക്കുമ്പോഴായിരിക്കാം അതെങ്ങനെ ഉള്ളിൽ. ഞാൻ അന്ന് കേട്ടതായ ആ ധ്വനി, പത്രം, പുഷ്പം, ഫലം, തോയം, എന്താകിലും ഭക്തി ശുദ്ധി. ഭക്തവിലോചനന് അത് തൃപ്തിയാണല്ലോ. അതുകൊണ്ട് ആ ബ്രാഹ്മണൻ കൊടുത്തോ? ഒരു ചോദ്യം, ആ ബ്രാഹ്മണൻ കൊടുത്തോ? ഇല്ല. നമ്മൾ ആരെയും കൊടുക്കോ? കൊടുക്കില്ല. കൊടുക്കോ? ആ ബ്രാഹ്മണൻ മുഷ്കനല്ലേ അതെന്ന് പറയൂ. നോക്കൂ, അപ്പൊ എന്താ കാരണം കൊടുക്കാണ്ടിരിക്കാൻ? കുളിക്കും കാരണം എന്തെങ്കിലും ഉണ്ടാവുക അല്ലേ? നമുക്ക് ആ കാരണം അന്വേഷിക്കുക. കൃഷ്ണസ്യാസി സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്തത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ചിതേന്ദ്രിയ. ചിതേന്ദ്രിയനായ പ്രശാന്താത്മാവായ ഇന്ദ്രിയാർത്ഥേഷു വിരക്തനായ ബ്രാഹ്മണനായ സഖാവായ ബ്രഹ്മവിത്തമനായ ഇത്രയും വിശേഷണമുള്ള ഒരു മഹാത്മാവിന്റെ കഥയാണ് ഇവിടെ പറയാൻ തുടങ്ങുന്നത്. അപ്പൊ തന്നെ ഇയാളൊരു ഗ്രേഡാണ്. ചില ആളുകൾക്കുണ്ട്, നമ്മൾ ആ ആളെ ഒന്ന് വിലയിരുത്തുക, അയാൾക്ക് എത്ര ഡിഗ്രി ഉണ്ട്. ഞാൻ നാട്ടിലൊരു തെറ്റ് പോയിപ്പോ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചാണ്. പിന്നൊരു വലിയ ബോർഡ്, ഞാൻ ആദ്യം വായിച്ചില്ല. പിന്നെ നോക്കിയപ്പോ നല്ല ഡിഗ്രീസാണ്. ഇപ്പൊ തന്നെ നമുക്ക് തോന്നുന്നു നോക്കൂ, നമുക്കും ആദ്യം തന്നെ പറയുന്നതാണ് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ സഖാ. ആറാമത്തെ 6 വിശേഷണങ്ങളോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു മഹാത്മാവിന്റെ കഥയാണ് സഖാ. ഭാഗവത്തിൽ ആദ്യം കൃഷ്ണസ്യാസി സഖ. കൃഷ്ണന് ഉണ്ടായിരുന്നു എന്ത്? ആസീത് കൃഷ്ണ സഖ. സഖാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമാനഖ്യായത്തെ, ഒരേപോലെയുള്ള ആളുകൾ. ബ്രാഹ്മണനായിരുന്നു, ബ്രഹ്മവിത്തമനായിരുന്നു. വേറെ പേരുകൊണ്ട് നമുക്ക് ഒരുപാട്, നമ്മളൊക്കെ അധികം പേരുകൊണ്ട് മാത്രമേ നമുക്ക് ഒരുപാടുള്ളൂ, ക്രിയാണ്ടത്തിലൊന്നുമല്ല. ഇന്ദ്രിയാർത്ഥേഷു വിദഗ്ധ. ഇന്ദ്രിയാർത്ഥങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ല, അതൊക്കെ ഉപയോഗിച്ച് മതിയായതാണ്. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരുമാണ്. വേണ്ടത് വേണ്ട പോലെ ഉപയോഗിച്ച് തൃപ്തിപ്പെടുകയും വേണ്ടാത്തതിനെ മതി എന്ന് പറയുകയും സാധിച്ച ഒരു മഹാത്മാവായിരുന്നു. പിന്നെ ഡിസ്ക്രിമിനേഷൻ എന്താ വെച്ചാൽ ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ മണ്ടേ കയറുന്നു. വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ പോയിട്ട് വിചാരിക്കാം, ഇപ്പൊ 3-നാണല്ലോ വണ്ടിയെ കുറിച്ചൊക്കെ നമ്മളോട് പറയും. പഞ്ചകുല്യാണ് ഈ കുതിരയാണ്, പറ പറക്കുന്ന ചവിട്ടിയ പറ പറക്കുന്ന എന്ത് വണ്ടി. ഇപ്പൊ ഈ മേടിക്കാൻ പോയി കുറച്ച് വീടുകളോട് ചോദിച്ചു ബ്രേക്കോ. പയ്യൽ പറഞ്ഞു സാരില്ല. എന്താ സാരില്ല ചലോ നിക്കണ്ടേ, മുട്ടിച്ചാ മതി. എന്താ മുട്ടിച്ചാ മതിന്ന്? എവിടെ? നോക്കൂ, നിങ്ങളുടെ നല്ലൊരു ഡോക്ടർ ഒരു പച്ച കാറ് വാങ്ങി. ഒരാഴ്ചയ്ക്ക് അദ്ദേഹത്തിന്റെ തെങ്ങൊക്കെ പച്ചയായി, പച്ച കളറായി. എങ്ങനെ എനിക്കറിയില്ല. നോക്കൂ,
ഇതിനാണ് അല്ലെ ബ്രേക്കിംഗ് അല്ലെ. നോക്കൂ, ഇപ്പൊ എന്താ ജിതേന്ദ്രൻ നമുക്ക് വൃത്തം കിട്ടി കഴിഞ്ഞു. അറിയൂർ വായ്പ അവിടെ അപ്ലൈ ചെയ്യാൻ എനിക്ക് വേണ്ടാത്തതാണ്, ഞാൻ അങ്ങനെ ഇറങ്ങാത്തതാണ്. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ. കൂൾ, എപ്പോഴും കൂളായിട്ടിരിക്കാൻ പറ്റും. ഇത്തിരി നേരത്തെ നമുക്ക് കൂളാവും. കുട്ടിയോട് പറയും ഞാൻ ഇനി ശുദ്ധി എടുക്കില്ല, ശുദ്ധി എടുക്കില്ല, അത്ര തന്നെയുള്ളൂ. നോക്കൂ, ഇപ്പൊ ഈ ബ്രാഹ്മണന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ഉള്ളിലായി. കൃഷ്ണസ്യാസീ സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ഇദ്ദേഹമാണ് ഇങ്ങനെ ഓരോ ശ്ലോകത്തിലൂടെ പോയി നമ്മൾ അവിടെ എത്തില്ല. അതുകൊണ്ടാണ് മുക്കാലൊക്കെ എവിടേക്കെങ്കിലും നിർത്തണ്ടേ, ഊണൊക്കെ ഓടണം. നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഊണിന്റെ ടൈം ആകുമ്പോഴേക്കും നിർത്തിയില്ല വെച്ചാ എനിക്ക് എന്താ ചെയ്യൂ, ഇത് ആളുകളൊക്കെ ഊണിക്കും. ഓ നന്നായി. പ്രശാന്താത്മ ജിതേന്ദ്രിയ. നോക്കൂ, ഇങ്ങനൊരു മഹാത്മാവ് തന്റെ സതീർത്ഥ്യനെ തേടി പുറപ്പെടുകയാണ്. സഖാന്ന് പറഞ്ഞിട്ടുണ്ടേ, സഖാവാണ്. ആരായിരുന്നു ഈ ബ്രാഹ്മണൻ എന്നൊക്കെ അറിയാൻ നോക്കണ്ട. ഇവിടെ ഡയറക്റ്റ്ലി ഈ ബ്രാഹ്മണൻ പണ്ട് കൃഷ്ണന്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു മഹാത്മാവ് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് കർമ്മയോഗം ചുറ്റൊരു പുസ്തകമുണ്ട്. അത് ബംഗാളിയാണ്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ ഉള്ളില് ഈ ബ്രാഹ്മണൻ എങ്ങനെ ആ സാന്ദീപനിയുടെ വീട്ടിലെത്തിയെന്നും എങ്ങനെ കൃഷ്ണനെ തേടിപ്പോയി എന്നൊക്കെ കഥ പറയുന്നുണ്ട്. ഇയാൾ ആരായിരുന്നു എന്നൊക്കെ വളരെ തീവ്രമായിട്ടൊക്കെ ഉണ്ടോ. അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മകനാണ് ഇയാൾ. കർമ്മയോഗം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. എനിക്ക് എത്ര അറിയുള്ളൂ. അതിന്റെ എവിഡൻസ് എവിടുന്നാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അച്ഛനും മകനും കൂടി അമ്പലത്തിൽ പോയതാണ്. അച്ഛന് ചെലവിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ അമ്പലത്തില് നീ ഇവിടെ ഇന്ന് അച്ഛൻ പോരാന്ന് പറഞ്ഞു പോയ ഒരാളാണ്. ആ ഉണ്ണിയെ കണ്ട് സാന്ദീപിനെ എടുത്തു വളർത്തിയതാണ് പറയാം. ഇവിടെ പറയുന്നുണ്ടല്ലോ ഇയാൾ എങ്ങോട്ട് പോയിന്നോ എവിടുന്ന് വന്നോ അവർക്ക് കഥ പറയുന്നുണ്ടോ. നോക്കൂ, നമുക്ക് എന്തൊക്കെയോ മിസ്സിംഗ് ആണ് ഈ കഥയിൽ. നാരായണ ഈ ബ്രാഹ്മണത്ത് ഇവര് ഒരുമിച്ച് അവിടെ പാഠങ്ങൾ പഠിച്ചു. 64 കലകളും 64 ദിവസങ്ങളെ കൊണ്ട് പഠിച്ചു എന്നൊക്കെയാ പറയുന്നത്. അത് കഴിഞ്ഞ് ഇയാൾക്ക് ഗുരുദക്ഷിണ കൊടുക്കണ്ട. ഈ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഗുരുദക്ഷിണ കൊടുക്കണ്ട. എന്തുകൊണ്ട്? അല്ല, പോവാനിടമില്ല. അപ്പോഴാണ് ഇയാൾക്ക് ഇടണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ അയാളെ കൊണ്ടും കൂടി ഗുരുവിന് എന്നോ നഷ്ടപ്പെട്ടു പോയതായ ഗുരുപുത്രനെ കൈ പിടിച്ച് ഗുരുവിനെ ഏൽപ്പിക്കുന്നത് ചന്ദാംസി. ഗുരു തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കുട്ടിയോളെ പഠിച്ചതൊക്കെ വേണ്ടപ്പോ തോന്നട്ടെ. ഇതിൽ പരം എന്താ വേണ്ടതല്ലേ? നമ്മൾ പറയാറുണ്ട് തനിക്ക് വേറെ ഒരു കുഴപ്പമില്ല, 3 അക്ഷരത്തിന്റെ ഉള്ളതാണ്. അത് എന്താ വെച്ചാൽ അല്ലെ, ഗുരുത്വം എന്താ വെച്ചാൽ എവിടെയും നമ്മള് രക്ഷപ്പെടും. പക്ഷെ അതില്ലാണ്ട് വരുമ്പോ എത്രയൊക്കെ ഉണ്ടായാലും അത് ഒരു ഗതിയിലേക്കുള്ള വിഗതിയായി നിലനിൽക്കുന്നില്ല എന്നതാണ്. ഇതാ ബ്രാഹ്മണൻ നമ്മളെ കഥ കേട്ടേക്കണത്. ഉണ്ണാനില്ല ഒരുന്നാൾ ഒരു പിടിയവിലും കൊണ്ടു ചെന്നാൽ കുചേലൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാൾ ആദരാൽ ചോറു നൽകി സമ്മോദം പൂണ്ടിരുന്നു. ഉദഹരനവിലും തിന്നു പൂരുന്തചായാം ബ്രഹ്മാനന്ദ കുചേലൻ അനവധി ധനവും നൽകിനാൻ.
എന്താ ഈ കഥ പറയുന്നത്? ഫുഡില്ലാത്തൊരു ദിവസം ഇയാൾ ഇവിടെ നിന്ന് തപ്പിപ്പറക്കി കുറച്ച് അവിലും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നു. ഗുരുവായൂരപ്പൻ അത് സാപ്പിട്ടു. ബ്ലാങ്ക് ചെക്ക്, വെൽ ഡൺ കുചേല എന്നും പറഞ്ഞു അല്ലേ? കൈ പിടിച്ച് 4 കുലുക്കുന്നു. ഇതാണോ ഈ കഥ? നമ്മൾ ഈ മഹാത്മാവിന്റെ യോഗ്യത മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കഥയാവില്ലല്ലോ. ഈ ശ്ലോകത്തിൽ എന്താ പറയാ? ഉണ്ണാനില്ലാഞ്ഞൊരു നാൾ ഒരു പിടിയെങ്കിലും കൊണ്ട് ചെന്നാൻ കുചേലൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാൾ ആദരാൽ ഫുഡ് നൽകി, ചോറ് നൽകി. ആയിക്കോട്ടെ, സമ്മോദം കൊണ്ടിരുന്നു. രണ്ടുപേരും അല്ലേ കുറച്ച് ചീട്ട് വെച്ചു. ചീട്ടല്ല, എന്നെ കഥ പറഞ്ഞു. എനിക്കങ്ങനെ സമ്മോദം കൊണ്ടിരുന്നു. മുരഹരൻ അവിലിരുന്നു അല്ലേ? ഇങ്ങനെ കൃഷ്ണൻ അവല് കൊടുത്തിട്ടാണ് തന്നെ സത്യപ്രതിണ്ടോ നമ്മള് ഒരു ബേസിക് വഴിയിലൂടെ മാത്രം പോയി. മുരഹരൻ അവിലും തിന്നു പോരും ദശായ. എന്തുണ്ടായി? ബ്രഹ്മാനന്ദം അല്ലേ? ഏറ്റവും എക്സൈറ്റഡ് ആയി. നമുക്ക് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ എക്സൈറ്റേഷൻ എപ്പോഴാണ്? നമ്മുടെ സിനിമയില് ഇന്നസെന്റ് ഒരു ലോട്ടറി അടിക്കുന്ന അല്ലേ? ഇതിൽ ബ്രഹ്മാനന്ദം നോക്കിയപ്പോ നമുക്കൊരു പിക്ചറൈസേഷൻ ഉണ്ടാവണം. കുചേലൻ അനവധി നരമം നൽകി ഞാൻ നന്ദസൂനം. ഇതാവോ ഈ കഥ? പിടിച്ചു കെട്ടിയ പഴം തുണി കിഴിയോ എങ്കി അന്നച്ചു തന്റെ തിരുമുമ്പിൽ വന്നവൻ ഇറങ്ങതില്ല ധനമെങ്കിലും മെച്ച സൗഹൃദം ഉറച്ച ഭക്തിയിലണച്ചു വേണ്ട വിഭവങ്ങൾ നിന്നിച്ച തുച്ഛതരം അരികനെങ്കിൽ അരുളാത്തതില്ല കരുണാകരൻ. ഇവിടെ കവി അടിവരായിട്ട് പറയുകയാണ്, അരികനെങ്കിൽ അരുളാത്തതില്ല കരുണാകരൻ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഭഗവതിയുടെ അടുത്ത് എന്തൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? അതിൽ 99% കിട്ടല്ല. എന്താ ഭഗവതി ലോട്ടറി അടിക്കണം. പിന്നെ അധികം ഭഗവതിയുടെ അടുത്ത് കുറച്ച് ആരെ പങ്കുവിനെ തട്ടാൻ രചിയിട്ട് ചെന്നേക്ക. അതാണല്ലോ ശത്രുസംഹാരം. അതാണ് നമുക്കിങ്ങനെ ആഗ്രഹങ്ങൾ പലതാണ്. ഇതിൽ എന്തെങ്കിലും നടക്കണ്ടോ? 99% ഇല്ല. 1% നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഈ 1% നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അധികമെങ്കിൽ എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ നമുക്കിത് തരാത്തത്? നമ്മൾ എന്തെങ്കിലും വിചാരിച്ചാൽ ഇതൊക്കെ തരാൻ കഴിവുള്ള ആളാണല്ലോ തേവരെ. അല്ലെങ്കിൽ നമ്മളിവിടെ വരില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ തരാത്തത്? ആണല്ലോ ഇരിക്കണമെന്നില്ല. ഒന്നുമില്ല, ആഴ്ചയിൽ ഒരിക്കലും കാണുന്നതല്ലേ? എടുക്കാത്താണെങ്കിൽ എത്ര 25 പൈസ ഞാൻ ഇപ്പം പറയും. എപ്പോഴും ഇങ്ങോട്ടൊക്കെ നോക്കാന്ന് ആരോട്? അവരോട് എത്ര തവണ പറഞ്ഞു കാറുണ്ട്. അതിനൊപ്പം ചെന്ന് പ്രാർത്ഥിക്കാണ്. കൊടുക്കില്ല അതേവരെ. എന്തുകൊണ്ടാ? അവന് വണ്ടി പിടിക്കാറില്ല. നീ വണ്ടി വല്ലവന്റെ മെക്കെട്ട് കയറി ഞാനിന്റെയും കൂടി അരികനെങ്കിലരുളാത്തതില്ല കരുണ. നോക്കൂ, ഭഗവാൻ നമ്മളോട് നൽകുന്നതായി കാണിക്കുന്ന കരുണ കാരുണ്യമാണ്. ആ കാരുണ്യം മറ്റൊരു തരത്തിൽ ഒരു ബ്രാഹ്മണനെ മുമ്പ് നിർത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഈ കഥയുടെ മറ്റൊരു വിങ് നമുക്ക് നോക്കിയാൽ കാണാം. ആർക്കെങ്കിലും തോൽക്കാൻ ഇഷ്ടമുണ്ടോ? തോൽക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്കിഷ്ടമുണ്ട്.
ബ്ലണ്ടർ പറയാം. സത്യം ഇപ്പോഴല്ല, കുറച്ചു കാലമൊക്കെ മുമ്പ് എൻ്റെ കുഞ്ഞി ചെറുതായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ നോക്കുകയാണ്. ഒക്കെ ഉണ്ടല്ലേ, ഗുരുവായൂരപ്പനും തോറ്റ കഥയാണ്. ഏവം സവിപ്രോ ഭഗവൻ സുഹൃത്തദാ ദൃഷ്ട്വാ സുഹൃത്യൈ അജിതം പരാജിതം. അജിതൻ പരാജിതനായ കഥയാണത്. ഏത്? ഈ 4 പിടിയുടെ കഥ. ഇത്രയൊക്കെ പ്രാധാന്യം ഉണ്ടോ ഇതിന്? നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ലല്ലോ. കവി ചോദിക്കുകയാണ്, ചോദിക്കാതെ കൊടുത്തു നീ അഭിമതം വിപ്രന്നവിക്കെട്ടില പാതിക്കുന്ന വിധം രുചിച്ചതവിരോ വിപ്രന്ത കേഴോ ഹരി ചോദിക്കാൻ ഇവന്റെ യകവും കേടിന്റെ കൂടാൻ അതും മോദത്തോടെ ഭുജിക്കുന്നു തിരുവയസം. ഈ ഉള്ളിൽ കിട്ടുന്ന തരിപ്പ് പറയാ ഇല്ലേ? തിരുവയസം പോലും എന്ത് തേവരെ. കവിയുടെ ഉദാത്തമായ നമ്മളെ കൈപിടിച്ച് നടത്തുക അദ്ദേഹം. ഇത് കണ്ടു, ഈ കഥ കണ്ടോളൂ, അത് നമുക്കൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. നമുക്ക് ആ രംഗത്തേക്ക് മാത്രം കിടക്കുക. ബ്രാഹ്മണൻ ഭാര്യയുടെ അല്ലെ നിർബന്ധപ്രകാരാണ് ഗുരുവായൂരപ്പനെ തേടി പുറപ്പെട്ടത്. എന്താ ഇപ്പൊ ആ ശ്ലോകം കാണുന്നത് പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും തോന്നുന്നു. അനുബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി ബ്രഹ്മണ്യശ്ച ചരണ്യശ്ച ഭഗവാൻ സാത്വദർശഭ തമുപൈഹി മഹാഭാഗഃ സാധൂനാം ച പരായണ ദാസ്യവിദ്രവിണം ഭൂരി സീതതേ തേ കുടുംബിനി ആസ്തേധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യം ഭഗേശ്വര സ്മരത പാദകമല ആത്മാനമപേക്ഷതി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംവാദം ഇങ്ങനെയായിരിക്കണം എന്ന് നമ്മളോട് കാണിച്ചു. നമ്മുടെ വീട്ടിലാണ് ഇത്രയും പട്ടിണിയും പരിവട്ടോ. നമുക്ക് വലിയൊരു ഫ്രണ്ട് ഉണ്ടായാലും എന്തും തരാൻ പറ്റിയ ആളാണ് വയ്ക്കാം. നമ്മളോട് ഭാര്യ പലപ്പോഴും പറയുന്നത് പോയി കാണരുതെന്ന്. ഇയാള് കാണാൻ മോഹിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഭാര്യ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, ആസ്തേധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യം അന്തകേശ്വര സ്മരത പാദകമലം ആത്മാനമപേക്ഷതി ആത്മാനമപേക്ഷതി. അന്ന് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് പിരിഞ്ഞു പോരാറായിപ്പോ നിങ്ങൾ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? ആ ബ്രാഹ്മണനോട് പറഞ്ഞു, അല്ല ഗുരുവായൂരപ്പൻ തന്നോട് പറഞ്ഞു എന്ത്? ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് കാണാൻ വരണട്ടോ, ഇടയ്ക്ക് എന്നെ ഒന്ന് കാണാൻ വരണട്ടോന്ന് അങ്ങോട്ട് എത്ര തവണ പറഞ്ഞു? ഉയ്യോ, നമുക്കൊരാളെ എഴുത്തു തരണം എന്തിനാ? ഈ വഴി കൂടെ കണ്ടുപോകുന്നത് ഓർമ്മിപ്പിക്കാനാണോ? ആത്മാനം അഭിയച്ചത് ഗുരുവായൂരപ്പനും ഉണ്ടാവില്ലേ മോഹം എന്ത്? നിങ്ങളൊന്ന് കാണണമെന്ന്. അവിടെയാണ് ബ്രാഹ്മണൻ ശരിയാണ്, ഞാൻ പോണം, എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഭാര്യ ആദിത്വാ ചതുരോ മുട്ടി വിപ്രാൻ പൃഥുകതണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്തൃ പ്രാദാത് ഉപായനം. തന്റെ തുണിയെ കയറി
അവൽക്കിഴിയായിട്ട് കെട്ടി ബ്രാഹ്മണനെ കൊടുത്തു. ബ്രാഹ്മണൻ അതും കൊണ്ട് ഓരോ രംഗം വിസ്തരിക്കാൻ പോയി കണ്ടു. 5 മിനിറ്റ് ബ്രാഹ്മണൻ അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ദ്വാരകാപട്ടണം വിസ്തരിച്ച് കാണണം. അമ്പരചൂടികളായ കെട്ടിടങ്ങൾ. ഇപ്പോൾ ബ്രാഹ്മണൻ സ്വാഭാവികമായി എന്ത് ചോദിച്ചിട്ടുണ്ടാവാം? കൃഷ്ണന്റെ കെട്ടിടം ഏതാണ്? അല്ലാണ്ട് ഇന്നത്തെ പോലെ മാപ്പും ലൊക്കേഷനൊന്നും ഇല്ലല്ലോ. ഞാൻ പുസ്തകത്തിലാണെന്ന് അറിയില്ല, ഏതൊരു കവിയുടെ ഭാഷയിൽ പറയുന്നുണ്ട്. ഈ ബ്രാഹ്മണൻ ചോദിക്കുകയാണ് കുറച്ച് ആളുകളോടെ, കൃഷ്ണനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നു? അവരൊന്നും നോക്കി പറയാതെ ജൈലം മലിനം ക്ഷാമം വിധം തുണംസുണ്ടത്. ഞാൻ ചോദിച്ചതെന്താ? കൃഷ്ണനെ എവിടെ, കൃഷ്ണനമ്പുരാനെ എന്നല്ല കേട്ടോ, കൃഷ്ണനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും? എവിടെ ചെന്നാലും കാണാൻ പറ്റും. അല്ല, കൃഷ്ണന്റെ കെട്ടിടം അതാണോ? ഓ, അത് ഇതാണോ? ആ, മനസ്സിലായി. എന്ത് ബ്രാഹ്മണന്റെ ഉള്ളിലൊക്കെ നമ്മളായിരുന്നു ചേർത്തതിനെ തോന്നും, ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല അല്ലേ? കുശൈലം മലിനം ക്ഷാമം ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങോട്ട് കിടക്കാനുള്ള യോഗ്യത പോലും ഇല്ലേ. അപ്പോഴാണ് ഗുരുവായൂരപ്പ തമ്മിലോക്യച്യുതോ പ്രിയാപര്യംഗമാസ്തിക സഹസോദ്ധായ ചാപ്യേത്യദോർഭ്യാം ഹരിയഗ്രഹി. ഹരിയാണ് ചേർന്നിരിക്കുന്നു. ഇറങ്ങിയൊരു ഓട്ടം കൊണ്ട് വന്നിട്ട് വര്യഗ്രഹി. നമ്മുടെ രാമോത്സവാര് എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരാടിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ. എന്തുകൊണ്ടോ കൃഷ്ണൻ കരഞ്ഞു എന്നാ പറഞ്ഞത്. തസ്യ ദൈന്യം കൊണ്ടുണ്ടായ സന്താപം കൊണ്ടോ സുഹൃത്തിനെ കണ്ടുണ്ടായ സന്തോഷം കൊണ്ടോ. ഭാഗവത്തിന് സംശയമില്ല. എന്തുകൊണ്ടാ? സന്തോഷം കൊണ്ടാണ്. കാരണം ഗുരുവായൂരപ്പന് എവിടെ സങ്കടം? നമ്മുടെ സന്തോഷക്കട്ടായെങ്കിൽ ആനന്ദക്കട്ടയെന്നല്ലേ ഗുരുവായൂരപ്പന് പറയുന്നത്. അവിടെ സങ്കടം എന്ന് വെച്ചാൽ പിന്നെ എന്താ ഗുരുവായൂരപ്പ? അവിടുന്ന് സന്തോഷം കൊണ്ട് മാത്രമാണ്. ആ ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തി പാദം പൂജിച്ചു, പാദതീർത്ഥം തളിച്ചു, ഏട്ടനോടൊപ്പം കഥ പറഞ്ഞു, അല്ല ഏട്ടനെ പോലെ പരിചരിച്ചു. അന്യോന്യം ഗുരുകുലത്തിലുണ്ടായ കഥയൊക്കെ അറിവുകൊണ്ടുവന്നതൊക്കെ ചോദിച്ചു, എടുത്തിച്ച് പറഞ്ഞു. എന്ത് കിമുപായനം ആനീതം ബ്രഹ്മൻ നമ്മൾ പറയുന്നത് തിരിച്ചെത്തിയില്ല. കിമുപായനം ആനീതം എന്താണ് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? എത്ര ചെറുതാണെങ്കിലും ഞാൻ എടുത്തോളാം. കൊടുത്തു ബ്രാഹ്മണൻ. നമ്മളാണെങ്കിൽ കൊടുക്കുക? കൈ രണ്ടും ഇങ്ങനെ പിടിക്കും. അത് നമ്മൾ ഇങ്ങനെ കാട്ടും. എന്താ അത്? ചക്ക. ഇപ്പൊ തന്നെ പലർക്കും അതിന്റെ അല്ലേ ആരെതിനും നെഗറ്റീവ് അല്ലാണ്ട് എനിക്കൊരു പാട്ടുണ്ട്, അബ്സോർബ് ചെയ്യും അല്ലേ? ബ്രാഹ്മണൻ കൊടുത്തില്ല. വീണ്ടും ഗുരുവായൂരപ്പൻ പത്രം പുഷ്പം ഫലം തോയം. ഇയാൾ എന്തുകൊണ്ട് അയക്കാൻ കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടാവുക? എന്തുകൊണ്ട് അയക്കാം? അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആൻസർ ഉണ്ടാവില്ല. അതന്നെ അല്ലെ? ഇത്ര സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സാധനം. വളരെ ഇത്രയും വലിയ കൊട്ടാരത്തില് ഞാൻ എങ്ങനെ ഈ അവിലൊക്കെ കാണിച്ചു കൊടുക്കുക? മിനിമം ഒരു ലഡ്ഡുവിലായിരുന്നു. അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞ ഇല തന്നാ മതി. ഓ,
പിന്നെ എന്തുകൊണ്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടാവുക? കള്ളത്തരല്ലേ ഗുരുവായൂരപ്പ നിങ്ങൾ ചോദിച്ചത്? അൻവപി ഉപാകൃതം ഭക്തൈഹി. ഭക്തൻ എന്ത് തന്നാലും ഞാൻ എടുക്കും. അപ്പൊ ഞാൻ കൊടുത്താൽ ഞാൻ ആരായി? ഗുരുവായൂരപ്പ എനിക്കിത് തരാനുള്ള ശക്തിയില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്ന ഞാൻ കരുതി. ഇപ്പോ എത്ര സിംപ്ലിഫൈഡ് ആയാലും എന്റെ ഗുരുവായൂരപ്പ ഇത് അവിടുത്തെ ഇടം മുമ്പിൽ വയ്ക്കാൻ അടിയൻ എന്താ പറയാത്ത? നമ്മളെങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് കാശൊക്കെ എറിയണുണ്ടാണല്ലോ. എന്റെ ഗുരുവായൂരപ്പ ബ്രാഹ്മണൻ പ്രായച്ചൽ അവാങ്മുഖ തല താത്തിയാണ്. അവിടെയാണ് ഗുരുവായൂരപ്പൻ. അടുത്തയാളെ ഒന്ന് നോക്കിയിട്ടേ ചെന്ന് ആ ബ്രാഹ്മണനിൽ നിന്ന് ഇത്തം വിചിന്യ വസനാൽ ചീരബദ്ധാൽ വിജന്മന സ്വയം ജാര കിമിതമിതി പൃഥുവദണ്ഡുലാ. അവർക്ക് കത്തിർത്തു തൃപ്തിയോ? ഇവര് തമ്മിലൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ മൗനമാണ് ഇവിടെ നമുക്ക് ഈ അറിവല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ടുണ്ടാവാം. ദേവരെ അവർക്ക് ഒന്ന് തുറന്നു, അതൊന്നും ഒന്ന് എടുത്തു. ഒന്ന് വയറൊക്കെ ഒന്ന് തലോട്ടിയിട്ടുണ്ടാവാം. രണ്ടാമത് എടുത്തു. ഇവിടെയാണ് കവി നമ്മളോട് ചോദിക്കുന്നത്, ഗുരുവായൂരപ്പ സത്യം പറയാം. എന്ത് ചോദിച്ചു? സത്യം പറയാം. ചോദിക്കാതെ കൊടുത്തു നീ അഭിമതം. എന്റെ വീടൊക്കെ കൊട്ടാനായി. വിപ്രന്നവിൽ കെട്ടിലെ പാതിക്കുന്ന വിധി. രണ്ടാമത് അതിനെടുക്കാൻ നോക്കുന്നുണ്ട്. ഭുജിച്ചതവിലോ വിപ്രന്ത കേടോ. നിങ്ങളാ വിൽക്കിടി തുറന്നില്ലേ ഒരു വായ്പാവുക, അതൊന്നൊരു പിടി കുടിച്ചില്ലേ ഒരു വായ്പാവുക, അത് വായിലിട്ടില്ലേ ഒരു വായ്പാവുക. എന്താ നിങ്ങൾ തിന്നേ? ഭുജിച്ചതവിലോ വിപ്രന്ത കേടോ. ഹരേ ഗുരുവായൂരപ്പ ചോദിക്കാൻ മടിയുണ്ട്. ഇവന്റെ യകവും കീഴിക്കൂടാ. അതും മോദത്തോടെ രുചിക്കുമോ? സംഭവം ഗുരുവായൂരപ്പ അടിയൻ അനുഭവിക്കുന്നു, അടിയൻ അനുഭവിക്കുന്നു, അടിയൻ അനുഭവിക്കുന്നു. ഇതല്ലേ ഗുരുവായൂരപ്പ ബ്രഹ്മാനന്ദ. ബ്രാഹ്മണൻ തിരിച്ചു നടന്നതും കൊട്ടാരം കണ്ടതും വിഷയാഞ്ജായധ്യക്ഷൻ ഋതുചേനാതിലവൻപട. ബ്രാഹ്മണൻ പറഞ്ഞു അത്രേ, സ്വർണ്ണ കിണ്ടി കൊണ്ട് വെച്ചേക്ക പുതിയതേ. തിരിച്ചു വീട്ടിലെത്തിയപ്പോഴേ
പറഞ്ഞു തരാത്തുള്ളവരോട് നമ്മുടെ പ്രകൃതിയാണ് നമുക്കതിന്റെ ഗുരുവായൂരപ്പൻ കൈപൊക്കി എന്ന് പറയുന്നു, ഏവം സവിപ്രോ ഭഗവൻ സുഹൃത്തദാ ദൃഷ്ട്വാ സുഹൃത്തേരചിതം പരാജിതം. ഞാൻ തോറ്റു. ഗുരുവായൂരപ്പന് തോക്കാൻ ഇഷ്ടമാണ്, നമുക്ക് തോൽപ്പിക്കാൻ ഇഷ്ടമല്ല. എന്റെ ദേവരെ അതിനുള്ള വഴി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ. വാക്കുകളായി ഭഗവതി കർമ്മബന്ധാൽ വിമുച്യതേ. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കർമ്മബന്ധാൽ വിമുച്യതേ എന്ന് വെച്ചാലോ, കർമ്മബന്ധങ്ങൾ ഇല്ലാണ്ടാവണം. അറ്റാച്ച്മെന്റ് കുറയ്ക്കണം, ഡിറ്റാച്ച്മെന്റ് വേണം ജീവിതത്തിൽ. ഇവിടെ പണ്ട് അമ്പത്തിനുള്ളിൽ ഇരുന്നുണ്ടായ കൂടിയിട്ടുള്ള ആളുകൾക്കറിയാം. ആവശ്യമായിരുന്നു കുറെ കാലം മുമ്പ്. കാലം നമുക്ക് മധുരം മറ്റു തലത്തിലാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിലൊക്കെ വീണ്ടും പോകുമ്പോൾ വീണ്ടും അപ്പൊ ഈ ധാരാളം യൂണിയൻ പഴയ ബെഞ്ചിലിരിക്കാൻ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മകളുടെ ഒഴുക്കായിട്ട് കിട്ടുള്ളൂ. കർമ്മബന്ധാൽ വിമുച്യത. ഈ കർമ്മബന്ധത്തിൽ ഇല്ലാണ്ടാക്കാന്ന് വെച്ചാൽ എല്ലാത്തിനും ഈ രാമായണമായിട്ട് കൂട്ടിയെടുത്തിട്ടാണ് പൊതുവെ. ഈ രാമായണത്തിലെ ശ്ലോകം പറയുന്നുണ്ട്, ദശമത്തില് അല്ല നവമത്തില് 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നേതം സുരയാജ്ഞയാത്തലീലാതനോ അധിക സാമ്യ വിമുഖകഥാംന രക്ഷോവധോ ജലധിബന്ധനം അസ്ത്രകൂകൈഹി കിം തസ്യ ശത്രുഘ്നനേ കഭയസഹായ. ശ്രീരാമന് ഈ രാവണനെയൊക്കെ കൊല്ലാൻ ഈ കൊല്ലന്മാരുടെയൊക്കെ ഹെൽപ്പ് വന്നു. ഭാഗവതം ചോദിക്കുകയാണ് നമ്മളോട്, ഈ രാവണനെ കൊല്ലാൻ, ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കാൻ ഈ കൊരഞ്ഞന്മാരുടെയൊക്കെ ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നിയ പോലെ ഉണ്ടായി. എനിക്കുണ്ടായി. മധ്യപ്രദേശിൽ ഒരു വായിക്ക് പോയി. അപ്പോൾ അടുത്ത് കോണ്ടിയുടെ ഇതിലാണ്. അവരോട് ഒരു കൺഫ്യൂഷൻ വന്നായിരുന്നു, എന്നെ കാശി കൊണ്ടുവാങ്ങി ഞാൻ വരാം. അവർ റെഡി. വായനപ്പിന്നെ അസാധ്യമാവില്ല. ഇതിൽ ഞാൻ ഈ മറ്റ് സമുദായത്തിലൊക്കെ നിറച്ച്, അതും ലോകാവസ്ഥക്കാരൊക്കെ ധാരാളമായി. വായനയൊക്കെ കഴിഞ്ഞ് ഇവര് കാശിക്കുമുണ്ട്. കാശി അമ്പലത്തിന്റെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, തൊട്ടിപ്പുറത്തൊരു അമ്പലമുണ്ട്. ഒരു കൊരഞ്ഞന്റെ ഹനുമാന്റെ അമ്പലല്ലേ, പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഒരു ഹനുമാന്റെ അമ്പലമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ആ കൊരഞ്ഞന്റെ അമ്പലത്തിലേക്ക് കൊണ്ടാണ് എന്നെ കൊണ്ടുപോയി സ്ത്രീ എന്റെ ദൈവം നോക്കാം. കയ്യിലുള്ള കവർത്തി പിടിച്ചോളൂടെ തിരുമേനിയൊക്കെ അവരും കൊണ്ടുപോകുന്നുണ്ട്. എന്റെ ഒന്നും കൊണ്ടുപോയി, അവരുടെ കൊണ്ടുപോയുള്ളൂ. തിരിച്ച് ഞങ്ങള് ശിവനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് പണ്ടാണ്ടോ, പുതിയ കാശിയല്ല, പഴയ കാശി. തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു വയറ് നിന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് നടക്കതാണ്. അതും കൂടെ ഒരു ഭീമാകാരനായ കുരങ്ങ് പാഞ്ഞു വന്നത് മാത്രമല്ല, എന്റെ മണ്ടയിൽ തീയുന്നത് കൂടി. ഈ സ്ത്രീ തിരിഞ്ഞെന്ന് പറയാം, അങ്ങനെ ഞാൻ ചെയ്ത തെറ്റെന്താ? ഹനുമാനെ കൊരഞ്ഞാന്ന് പറഞ്ഞില്ലേ എന്ന്.
ഞാൻ മാത്രമല്ല, ഭാഗവതം പറയുന്നു, കിം തസ്യ ശത്രുഘ്നനേ കപയസ്വ. നാരായണ നാരായണ. രാമന് ഈ കവികളുടെയൊക്കെ സഹായം വേണം. രാമായണം അത്ര വളരെ ഒരു ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അല്ലേ? അതിന് പരമാവധി നാരായണ രാമായണം കേൾക്കേണ്ടത് തന്നെ ഈ കർമ്മബന്ധാൽ വിമുക്തിയെ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. കേട്ടോ, എന്തിന് ഈ രാമായണം കേൾക്കണം? രാമായണം വായിക്കണമെന്ന് മാത്രമല്ല, നമ്മൾ ഈ ഇതേപോലെയുള്ളതായ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാനാണെന്ന് ഓർമ്മിപ്പിക്കുക. അതാണ് രാമായണം. പൊതുവെ നമ്മൾ ഇപ്പോൾ ഒറ്റ ശ്ലോകത്തിൽ ഒക്കെ ചെല്ലാറില്ല. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ ഗംഗാപുരി ദഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം. സംസ്കൃതത്തിലുള്ള ശ്ലോകം പത്മവദ്ഭ്യാം പ്രിയായ പാണിസ്പർശക്ഷമാഭ്യാം മൃജിതപതരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാൽ ശൂർപ്പണഖ്യാ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭത്വസ്താഭി ബദ്ധസേതു കലദവദഗന കോസലേന്ദ്രോവദാന്ന. ഇംഗ്ലീഷിലുള്ള രാമായണ ശ്ലോകം കേട്ടോ. രാമാലക്ഷ്മണ great barrier. Then they went to the city Lanka, wearing Sita's affair agony, caught and killed Ravana severely. Went back to Ayodhya, Layende Purusho Ramacharitam Shravanirubadharayan Anushamsya Varo Rajan Karmabandhai Pramuchyate. രാമായണത്തിലും പറഞ്ഞ ഉത്തരം ഇതാണ്, കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാനാണ്. ഇവിടെ നമ്മൾ കേട്ടു, കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാനാണ് ഈ കഥകൾ കേൾക്കുന്നത്. ഇത് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ ലക്ഷ്യം കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കലാണ്. അതിനായി പ്രയത്നിക്കാൻ, ഒരുമിച്ച് പ്രയത്നിക്കാൻ സാക്ഷാൽ ജഗദംബിക ദ്വാരകൾ നമുക്ക് വഴിയുണ്ടാക്കി തരട്ടെ. വാക്കുകളെ ഓരോരുത്തരുടെയും വാദങ്ങളിൽ സമർപ്പിക്കുന്നു. സത്രഗോവിന്ദനാമ സങ്കീർത്തനം